പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ടത്തോട് വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് ഫെവിക്കോൾ, കട്ടിയുള്ള ഫെവിക്കോളാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ടത്തോട് അതിലേക്ക് ഫുള്ള് ഒട്ടിച്ചു വെക്കുകയാണ്. തോടിൻ്റെ അകത്തെ പാട പൊളിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. നമ്മൾ പ്രസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ സമയത്ത് ഈ പാടയുണ്ടെങ്കിൽ അത് നീങ്ങൂല നമ്മൾ വിചാരിച്ച പോലെ. അപ്പോൾ അത് പൊളിച്ച് കളയണം. ഈ സൈഡൊക്കെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇതുപോലെ മുട്ടത്തോട് പൊട്ടിച്ചിട്ടിട്ട് കറക്റ്റ് അരികൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ പശ തേക്കുന്ന ബ്രഷിൻ്റെ അറ്റമൊന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗ്ലൂവിൻ്റെ അകത്ത് മുക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വലിയൊരു പീസ് എടുത്തിട്ട് അവിടെ പശയുടെ മുകളിലേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഫുള്ള് ബ്ലൂ കളർ അടിച്ചു കൊടുക്കണം. ഡാർക്ക് ബ്ലൂ. ഇടയ്ക്ക് നമ്മൾ ഒട്ടിച്ചതിൻ്റെ ഫുള്ള് കവർ ചെയ്യണം. ആ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കളറ് ഇറങ്ങിച്ചെല്ലണം. അതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം കളർ ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂവിൻ്റെ മീതെ കൂടി ലൈറ്റായിട്ടൊരു വൈറ്റ് കളറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലേക്ക് വരയ്ക്കാനുള്ള പിക്ചർ ട്രേസ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ വരച്ചെടുത്താലും മതി. ഇനി നമുക്കിതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. ആ മുട്ടത്തോടയിൽ മാത്രം പറ്റണ പോലെയാണ് ഞാൻ കളർ ചെയ്യണുള്ളൂ. ഇടയ്ക്കൊന്നും ആക്കണില്ല. ഓരോ ഷെല്ലയിലായിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. നമുക്ക് കൊടുക്കാനുള്ള കളറൊക്കെ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് അടിച്ചു. ഇതുപോലെ കണ്ട ഗ്യാപ്പ് അങ്ങനെ തന്നെ കിടക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യം അടിച്ച സ്കിന്നിനടിച്ച ബ്രൗൺ കുറച്ച് ഡാർക്കായി പോയി. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ലൈറ്റാക്കി അടിച്ചു കൊടുക്കുകയാണ്. ഇത് രണ്ടാമത്. ഏറ്റവും ലാസ്റ്റ് ഒരു ബോർഡറും കൂടി ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ബോർഡറും കൂടി വരച്ചു കൊടുക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ബ്ലൂ അടിച്ച് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡും വഴി കയറാണ്. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കയറാണ് ഒട്ടിക്കുന്നത്. അല്ല ചാക്കുന്നൂല് എന്താണെന്ന് വെച്ചാൽ ഒട്ടിക്കുക. 2 ലെയർ ഒട്ടിച്ചിട്ട് അതിലേക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പോഞ്ചും വെച്ചൊന്ന് പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മളിതുപോലത്തെ ഒരു റബ്ബറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ആ റബ്ബറിൻ്റെ കഷ്ണം നമുക്ക് ഈ ലോക്ക് വെക്കാനുള്ളതിൻ്റെ അളവിലൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫെവിക്വിക്ക് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നമ്മളിത് ഈ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു വെക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്ത ഈ വർക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. Thanks for watching.